SP ബാലസുബ്രഹ്മണ്യൻ. സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പാട്ടുവിശേഷത്തിലേക്ക്. ഇന്ന് പാട്ടുവിശേഷത്തിന്റെ 98ാമത്തെ ദിവസമാണ്. അപ്പോൾ അതുപോലെ മ്യൂസിക് തെറാപ്പിയുടെ കുറച്ച് വിശേഷങ്ങൾ തീർച്ചയായിട്ടും ജോസഫ് ജോൺ സാറിലൂടെ കേൾക്കാം. അതിനുശേഷം നമുക്ക് ഇളയരാജയെ ഓർക്കാം. അദ്ദേഹത്തിന്റെ മനോഹരമായ പാട്ടുകളിലൂടെ കുറച്ചു നേരം യാത്ര ചെയ്യാം, പാടാം. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സർവീസിന് നന്ദി. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം. നമുക്ക് പാട്ടുവിശേഷത്തിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കാം. കുറച്ച് നാളായി അത് നമുക്ക് തുടരാൻ സാധിച്ചില്ല. വീണ്ടും നമുക്ക് പുനരാരംഭിക്കാം. ഇന്ന് കുറച്ച് സമയം അതിനുവേണ്ടി എടുക്കുന്നുള്ളൂ. നമുക്ക് സംഗീത ലോകത്തെ ലെജൻഡ്, ജീനിയസ് ആയിട്ടുള്ള ഇളയരാജ സാറിനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ഫസ്റ്റ് സെഗ്മെന്റിൽ ഞാൻ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് യുവർ മ്യൂസിക് പ്രിഫറൻസസ്. എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടമല്ല. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ചില രീതിയിലുള്ള പാട്ടുകൾ, ചില സ്റ്റൈൽസിലുള്ള പാട്ടുകളാണ് ഓരോരുത്തരും പ്രിഫർ ചെയ്യുക. അത് വ്യക്തികൾ തങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട്, ആ ശൈലികൾ സാബു സാർ ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല, അല്ലെങ്കിൽ മാത്യു സാർ ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. അവരവർക്ക് അവരുടേതായിട്ടുള്ള ഒരു താല്പര്യവും അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും പ്രിഫറൻസസും ഉണ്ട് എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. ഓക്കെ, മ്യൂസിക് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രപഞ്ചത്തിൽ സംഗീതമുണ്ട്. അല്ലാതെ നമ്മൾ എപ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ 14% സംഗീതം ശ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സംഗീതത്തോടുള്ള ഇഷ്ടം, പ്രത്യേക ശൈലിയോടുള്ള ഇഷ്ടം, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നതെന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒരു ഘടകമാണ് അവരിഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ് എന്നുള്ളത് അറിയുന്നതിന്, അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയുള്ളതാണ്? അവരുടെ വ്യക്തിത്വവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന സ്റ്റൈൽസ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദെയർ പേഴ്സണാലിറ്റീസ്, അതുമായിട്ട് ചേർന്ന് പോകുന്ന, അവരുടെ വ്യക്തിത്വ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളിൽ ആ സ്റ്റൈലുകളാണ് അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവരുടെ സ്വഭാവം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കൺവെൻഷണൽ ക്ലാസിക്കൽ സോങ്സ്, പിന്നെ ജാസ്, ഫോക്ക് സോങ്സ്, എത്രയാണ് അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ അവർ മറ്റ് പാട്ടുകളും അവരുടെ ക്രിയേറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നുള്ളത് കൊണ്ട് അവർ വിവിധ തരത്തിലുള്ള പാട്ടുകൾ, അതിൻ്റെ എന്താണ് സങ്കീർണതയുള്ള പാട്ടുകളും അവർ പരിശോധിക്കും, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതാണ്. പിന്നെ സോഷ്യബിൾ ആൻഡ് എന്തൂസിയാസ്റ്റിക്, അങ്ങനെയുള്ളൊരു, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും അവർക്കിഷ്ടം. ലൈവ്ലി മ്യൂസിക്, ദെൻ എനർജറ്റിക് മ്യൂസിക്, അൺകൺവെൻഷണൽ, അത്ര കൺവെൻഷണലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പോകണമെന്നില്ല, അടിച്ചുപൊളി പാട്ടുകളും ഒക്കെ അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിന് അനുസരിച്ച് അവരുടെ പാട്ടിനോടുള്ള ഇഷ്ടം വ്യത്യാസപ്പെട്ടിരിക്കും. ഇങ്ങനെ പാട്ടിനോടുള്ള ഇഷ്ടം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പും അതിന് അനുസൃതമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ നേച്ചർ എന്താണെന്ന്, അവർ ഏതൊക്കെ പാട്ട് ഇഷ്ടപ്പെടുന്നുവെന്ന്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ്,
ഐഡന്റിറ്റി മോട്ടീവ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രത്യേക അടയാളപ്പെടുത്തൽ അല്ലേ? മ്യൂസിക് ദാറ്റ് വാലിഡേറ്റ് ദർ സെൽഫ് പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അവബോധം, അതൊക്കെയാണ് അവരുടെ ഒരു ഐഡന്റിറ്റി നിർണ്ണയിക്കുന്നത് അല്ലേ? അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവരുടെ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ എങ്ങനെ അവർ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, അവരുടെ അവബോധം. അങ്ങനെ ഐഡന്റിറ്റി മോട്ടീവും പാട്ട് സെലക്ട് ചെയ്യുന്നതിൽ, പാട്ട് പ്രിഫർ ചെയ്യുന്നതിൽ, സംഗീത ശൈലി പ്രിഫർ ചെയ്യുന്നതിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവരുടെ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. അപ്പോൾ അങ്ങനെ അവരുടെ മൂല്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ, വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകളും, അതും ഈ പാട്ടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ തത്വശാസ്ത്രപരമായ പാട്ടുകളൊക്കെ, ഇപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള വയലാറിൻ്റെ പാട്ടില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ ഈശ്വരൻ ഹിന്ദുവല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന, ആ ഒരു രീതിയിൽ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്ന, മൂല്യബോധമുള്ള ആൾക്കാർ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടപ്പെടുക. ഓക്കെ. പിന്നെ ഏജ് ഒരു ഘടകമാണ്. സാധാരണ നമ്മൾ നൊസ്റ്റാൾജിക് മെമ്മറീസ് തരുന്ന പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും നമ്മൾ പറയുക? ഏത് കാലഘട്ടത്തിലെ ആയിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഏത് കാലഘട്ടത്തിലെ പാട്ടുകളാണ് നമ്മൾ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുണ്ടാവുക? യെസ്, പഴയകാല പാട്ടുകൾ. പഴയകാല പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഏത് പ്രായമായിരിക്കും? കൗമാരം എന്ന് നമുക്ക് പറയാം അല്ലേ? കൗമാര കാലഘട്ടത്തിൽ കേട്ട പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാകും, ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരിക്കും പാട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഒന്ന് ഓർത്ത് പറയാമോ ആരെങ്കിലും? ആ കാലഘട്ടത്തിലെ നദിയിലെ പാട്ടുകൾ. ആ, വെരി ഗുഡ്. നദിയിലെ പാട്ടുകൾ. ഞാൻ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ അതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ട്. കാവ്യമേള, നീലക്കുയിൽ അല്ലേ? അതൊക്കെ നമ്മളുടെ ഒരു പ്രായം ആയിട്ടുള്ളവരുടെ ഒരു കൗമാര കാലഘട്ടത്തിലെ പാട്ടുകളാണ്. മനോഹരി നിൻ മനോരഥത്തിൽ മയങ്ങും, അത് നീ മധു പകരു എന്നുള്ള പാട്ട്. ഇപ്പൊ എന്റെയൊക്കെ ആ കൗമാര കാലഘട്ടത്തിൽ ആത്മവിദ്യാലയമേ. അതെ അതെ. അതൊക്കെ നമ്മുടെ മനസ്സിലെങ്ങനെ ആഴ്ന്നിറങ്ങി കിടക്കുക. ആ പാട്ട് എപ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു പുതുമയോടുകൂടി തന്നെ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് അല്ലേ? ഓക്കെ. അങ്ങനെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണ് നമ്മളെ അധികം സ്വാധീനിച്ചിട്ടുള്ളത്. പ്രായമാവുമ്പോൾ താല്പര്യങ്ങൾ മാറും, കുറച്ചുകൂടെ എന്താണ് ഫിലോസഫിയൊക്കെ കടന്നു വരും അല്ലേ പ്രായമാകുമ്പോൾ. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ട്, യൂത്ത് ആകുമ്പോഴോ അല്പം ചൂട് വെച്ചാലൊക്കെ കൊള്ളാം എന്നൊക്കെ തോന്നും അല്ലേ? കണ്ടംപററി ഡാൻസ് സോങ്സ്, അങ്ങനെ ഇച്ചിരി ഇളക്കി മറിക്കുന്ന പാട്ടുകളൊക്കെ വരും. മിഡിൽ ഏജ് ആകുമ്പോഴോ പിന്നെയാണ് നമ്മൾ കുറച്ച് മെലഡിയിലേക്ക് പോവുക. ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് സോങ്സിലേക്കൊക്കെ ഒരു മധ്യ വയസ്കരൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ പോകും. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഏജും ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മാനസികവും ശാരീരികവുമായ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് നമ്മുടെ പാട്ടിനോടുള്ള പ്രിഫറൻസ്, ഇഷ്ടങ്ങളും മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തത് മൂഡ് മാനേജ്മെൻ്റ് ആണ്. മൂഡ് അനുസരിച്ച് മാറും അല്ലേ? മൂഡ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സോങ്സ് അത് നമ്മൾ പ്രിഫർ ചെയ്യും ആ സമയത്ത്. പോസിറ്റീവ് മൂഡാണെങ്കിലോ അപ്ലിഫ്റ്റിംഗ് മ്യൂസിക് ആയിരിക്കും കേൾക്കുക. സൈക്കോളജിക്കലി സൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലോ എങ്ങനെയുള്ള പാട്ടുകളാണ് വേണ്ടത്? മാനസികമായിട്ട് നമുക്കൊരു ആശ്വാസം തരണമെങ്കിലോ
സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ. അപ്പം അങ്ങനെ മൂഡിനനുസരിച്ച് പാട്ടുകൾ അല്ലെങ്കിൽ പാട്ടിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ പാട്ടിനെ തിരഞ്ഞെടുപ്പ് നമ്മൾ മാറും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് കോണ്ടെക്സ്റ്റ്. സന്ദർഭത്തിന് അനുകൂലമായിരിക്കണം, അനുസൃതമായിരിക്കണം പാട്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു സെലിബ്രേഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ദേശാടനത്തിലെ കളി വീടുറങ്ങിയല്ലോ ആ പാട്ടൊക്കെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും? പിന്നെ പിരിഞ്ഞു പോവും അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ പറ്റില്ല. സെലിബ്രേഷൻ അതിൻ്റെതായിട്ടുള്ള മൂഡ് തരുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, എനർജി തരുന്ന പാട്ടുകൾ വേണം. അതുപോലെ സാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ. ഡ്രൈവ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പാട്ടാണ് വേണ്ടത്? എങ്ങനെയുള്ള പാട്ടായിരിക്കും സാറേ, ജ്യോതികുമാർ സാറേ വേണ്ടത് ഡ്രൈവ് ചെയ്യുമ്പോൾ? ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. കേൾക്കാറുണ്ട് സാർ. വളരെ സാവധാനത്തിലുള്ള എന്താ പറയുക, മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഒഴുക്കില്ലേ, ആ ഒരു ഒഴുക്കി ഇങ്ങനെ ആസ്വദിക്കാൻ സുഖമാണ്. റിലാക്സിങ് മ്യൂസിക്, റിലാക്സ് ചെയ്യുന്ന, നമ്മൾ അതുമായിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പോലും അറിയത്തില്ല. ഡ്രൈവ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പക്ഷെ നമ്മൾ അതൊരു എന്താണ് കോൺഷ്യസ് അങ്ങനെ അത് കാര്യം പറയാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ അത് നമ്മൾ ഡ്രൈവിംഗ് നടക്കുമല്ലോ. ആ ഒരു ലെവലിലേക്ക് വന്നതുകൊണ്ട് അതിനോടൊപ്പം പാട്ടും ഉണ്ടെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് പോവാം. ആ പാട്ട് എങ്ങനെയുള്ളതായിരിക്കണം? റിലാക്സ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ. ഒരു ഡൈനിങ് ഹാളിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ അതുപോലെ തന്നെ സോഫ്റ്റ്. ഡൈനിങ് ഹാളൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ വന്നിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടെ വേണം. അവിടെ ചെവി അടയ്ക്കുന്ന, കാതടപ്പിക്കുന്ന പാട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അപ്പോൾ അവിടെയും വേണ്ടത് സോഫ്റ്റ് സോങ്സ്. കോൺവെർസേഷൻ നടക്കാനുള്ള സാഹചര്യം കൂടെ വേണം, അല്ലേ? വന്നിരിക്കുന്നവർക്ക് സംസാരിക്കാനും ഉള്ള. അപ്പം അങ്ങനെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മളുടെ പാട്ട് പ്രിഫറൻസും മാറും എന്നുള്ളതാണ്. എക്സ്പോഷേഴ്സ് ഷേപ്പ് മ്യൂസിക്കൽ പ്രിഫറൻസ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാട്ടുമായിട്ട് എത്രമാത്രം പരിചിതമാണ്, ഫെമിലിയാരിറ്റി, ഇഷ്ടമുള്ള പാട്ട്, അല്ലേ? പല പ്രാവശ്യം കേട്ട് ഇഷ്ടപ്പെടുന്നത്. അതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇൻക്രീസ് ദി ലൈക്കിംഗ് ഓഫ് സ്റ്റിമുലൈ. നമ്മളതിന് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സ്റ്റിമുലൈ ഉണ്ടാകുന്നുണ്ട്, അതിനെ നമ്മൾ ഇഷ്ടപ്പെടും. കൂടുതൽ എക്സ്പോഷർ കിട്ടണം, കൂടുതൽ പാട്ടുകൾ കേൾക്കണം. ഇൻക്രീസ്ഡ് എക്സ്പോഷർ ടു സ്റ്റിമുലൈ മേ റിസൾട്ട് ഇൻ ഹാബിച്വേഷൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്താണ്? അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എക്സ്പോഷർ ആകുമ്പോഴോ, ചില കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ കാര്യം. എന്നും ഒരേ പാട്ട് തന്നെ ഇങ്ങോട്ടിരുന്നാലോ, അല്ലേ? അത് ഒരു ഹാബിച്വലായി പോകും. പിന്നെ ആ പാട്ട് കേട്ടാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ വരരുത്. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ തന്നെ കേട്ടങ്ങ് ബോറടിക്കും, ഒരേ പാട്ട് തന്നെ. അങ്ങനെ വരാതെ നോക്കുക എന്നുള്ളതാണ്. എക്സ്പോഷർ നമ്മുടെ അതനുസരിച്ചും നമ്മുടെ പാട്ടിൻ്റെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. We are drawn to music styles that satisfy and reinforce our psychological needs. അല്ലെങ്കിൽ അത് റീഇൻഫോഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന പാട്ടുകളിലേക്കാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തിരിയുന്നത്, നമ്മുടെ മ്യൂസിക്കൽ പ്രിഫറൻസ് പോകുന്നത് എന്നുള്ളതാണ്. Similarities in music preferences may contribute to the relationship satisfaction. ഒരേ രീതിയിലുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ തങ്ങളിലുള്ള ഒരു സൗഹൃദം, പാട്ടുകൂട്ടം, അതുപോലെ തന്നെ ഈവൻ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരായി തന്നെ ആയാലും ഒരേ പാട്ടുകളെ സിമിലർ മ്യൂസിക്സിന് അല്ലെങ്കിൽ മ്യൂസിക് സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്നവർ തങ്ങളിലാകുമ്പോഴത്തേക്ക് അവിടെ ഒരു നല്ലൊരു എനർജി, ഒരു വൈബ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇതൊക്കെയാണെങ്കിലും സമൂഹത്തിലെ 4% ആൾക്കാർ സഫർ അമ്യൂസിയ,
അമ്യൂസിയ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. affects one's ability to കറക്റ്റ്ലി പെർസീവ് പിച്ചും അതിൻ്റെ ഋതുവും സൗണ്ടും ഒക്കെ കറക്റ്റ്ലി പെർസീവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതാണ് നെഗ്ലിജിബിൾ 4% ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മാത്രം മ്യൂസിക് അത്ര പ്ലഷറബിൾ ആയിട്ട് തോന്നുന്നില്ല. ഭാഗ്യവശാൽ നമ്മളൊന്നും ആ ഒരു ഗണത്തിൽ പെടുന്നില്ല എന്നുള്ളത് ഭാഗ്യം, സന്തോഷം തരുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇന്ന് ചുരുക്കമായിട്ട് മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ മ്യൂസിക്കോളജിയുടെ ഭാഗമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം നമുക്ക് ഇളയരാജയിലേക്ക് കടക്കാം. ഇല്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. യുവാക്കളുടെ ടേസ്റ്റും നമ്മളെപ്പോലെ ആൾക്കാർ ടേസ്റ്റുകൾ വ്യത്യാസമുണ്ട്. ഈ അടിപൊളി ഗാനങ്ങളാണെന്ന് യുവാക്കൾ ഇഷ്ടപ്പെടുന്നു. അതെ അതെ, നമ്മളെ ദിവസം കുറച്ച് പുറകിലോട്ട് പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ലിറിക്സിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലേ? അതും തട്ടുപൊളി മ്യൂസിക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വേടൻ പാട്ടല്ലേ വേണ്ടത് അല്ലേ സാറേ? ഇന്ന് വേടൻ പാട്ടല്ലേ വേണ്ടത്? വേടൻ പാട്ടുകളും ആ ഒരു സ്റ്റൈലിലേക്ക് കുറെ കാലം ഇപ്പൊ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ദശാബ്ദമായിട്ട് അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിലേക്കൊരു ചായ്വ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു സമ്പത്തിന്, മ്യൂസിക്കിൻ്റെ ഒരു ട്രഷർ തന്നെ മലയാള ഭാഷയിലുണ്ട്, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാന രംഗത്തുണ്ട്. അതിനിച്ചിരി അപജയം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ അപജയം എന്നൊന്നും പറയാൻ നമ്മളാളല്ല, പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കാം, തലമുറയുടെ വ്യത്യാസമായിരിക്കാം എന്ന് നമുക്കറിയാം. പക്ഷെ ഇടയ്ക്ക് നല്ല പാട്ടുകൾ വരുന്നുമുണ്ട്. ഇപ്പോൾ ഏത് കാര്യം എടുത്താലും, കവിത എഴുതിയാലും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വേണ്ട നിയമങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലല്ലോ. ഇപ്പം എങ്ങനെയാണ് കവിത വരുന്നത് അല്ലേ? കവിതയും അത് പാട്ടിലേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഋതവും ട്യൂണും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനോടൊപ്പം സഞ്ചരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇത് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു കാലം കൂടി ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ? നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ തന്നെ സീനിയേഴ്സാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യാശ വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ തുടരെ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു നല്ല പാട്ട് വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചിരുന്നു? എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു, ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഞാൻ സംസാരിക്കുന്നത്? ക്ലിയറാണ്. ഓക്കെ. വോയിസ് പക്കയാണ്. ഓ, വെരി ഗുഡ്, താങ്ക് യു. നമുക്ക് സംഗീത ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ഒരു ജീനിയസ് ആണ്. ജൂൺ 3 ജന്മദിനം വരുന്ന ഇളയരാജ സാർ ഇന്ത്യയിലെ പ്രശസ്തനായ സംഗീത സംവിധായകനും ഗായകനും ഗാനരചയിതാവുമൊക്കെയാണ്. 47-48 വർഷത്തെ സംഗീത ജീവിതം, വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 7000-ൽ പരം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി 800 സിനിമകൾക്ക്, ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കി നിരവധി അവാർഡുകൾ വാങ്ങിയ ഇളയരാജ സാർ തനിമയുള്ള പാട്ടുകളാണ്. പഴയ പാട്ടുകൾ കേട്ടാലും അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും പുതിയതായിട്ട് തന്നെ തോന്നും എന്നുള്ളതാണ് ഇളയരാജ സംഗീതത്തിൻ്റെ പ്രത്യേകത. പൂവിരിയും പോലെയാണ് എൻ്റെ പാട്ടുകൾ എന്ന് ഇളയരാജ സാർ പറയുന്നു. പൂവിരിയും പോലെയാണ്. അതിൻ്റെ ആ ഒരു സൗരഭ്യം, ഭംഗി ഹൃദയത്തിലേക്ക് നേരിട്ടാണ് പകർന്നു കിട്ടുക എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 82 വയസ്സായി കേട്ടോ, 82. അതെ,
ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ സംഗീത വിദ്യാർത്ഥിയാണെന്നാണ് അദ്ദേഹം പറയുക. എൻ്റെ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത് മറ്റുള്ളവർ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ, അദ്ദേഹം തന്നെ പറയുന്നു, നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാനും മാത്രമില്ല ഞാൻ ജനിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത്. കുഞ്ഞുനാളിൽ അമ്മയാണ് പാട്ട് പഠിക്കാനായിട്ട് സഹായം ചെയ്തത്. അവരുടെ ഒരു റേഡിയോ 400 രൂപയ്ക്ക് വിറ്റ്, 800 രൂപ വിലയുള്ള റേഡിയോ ആണ്, 400 രൂപയ്ക്ക് വിറ്റ് ആ പൈസ കൊടുത്ത് പഠിക്കാൻ വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട്. ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബ്രദർ നല്ല പാട്ടുകാരനായിരുന്നു. ഗ്രാമത്തിലും ഉത്സവങ്ങളിലും ഒക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്ന വരദരാജൻ എന്നുള്ള ആളാണ്. വരദരാജൻ അവരുടെ ഗ്രാമത്തിൽ ഈ മുളകൾ കെട്ടി, മുളകൾ കൊണ്ട് വീടിൻ്റെ മച്ച് മേയുകയും അതുപോലെ തന്നെ വേലികൾ കെട്ടുകയൊക്കെ ചെയ്യും. അദ്ദേഹം ഒരിക്കലും ഇതുപോലെ ഒരു കമ്പത്താണ് കേട്ടോ, കമ്പം ആ ഭാഗത്താണ് വീട്, ഒരു മുളയെടുത്തിട്ട്, അദ്ദേഹത്തിന് അറിയാം ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള ഫ്ലൂട്ടുണ്ടല്ലോ, ഏതാണ്ട് അതുപോലെ ഒരു സാധനം ആ മുളക്കമ്പിൽ അദ്ദേഹം ഉണ്ടാക്കി, സുഷിരങ്ങളൊക്കെ തന്നെ ഇട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ഫ്ലൂട്ട് അദ്ദേഹം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. കമ്പത്തൊരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിലെ പരിപാടി അവതരിപ്പിക്കുന്നത് ഈ വരദരാജൻ ചേട്ടനാണ്. വരദരാജൻ ചേട്ടൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഹാർമോണിസ്റ്റ് വന്നില്ല. അന്നത്തെ ഒരു ഹാർമോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നില്ലെങ്കിൽ ആ പരിപാടി തടസ്സപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇളയരാജ ചേട്ടൻ്റെ ഹാർമോണിയം എടുത്ത ഇടയ്ക്കൊക്കെ വായിക്കുമായിരുന്നു. ഒരിക്കലും അദ്ദേഹം നല്ല ചീത്ത പറയുകയും അടി കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എങ്കിലും ദേവരാജൻ ചേട്ടൻ അവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഹാർമോണിയം എടുത്ത് വെച്ച് ഇയാൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ കമ്പത്ത് നടക്കുന്ന ഉത്സവ പരിപാടിയിൽ ഹാർമോണിസ്റ്റ് വരില്ല എന്ന് അറിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഹാർമോണിസ്റ്റ് വേണമെങ്കിൽ മധുരയിൽ നിന്ന് വരണം, അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ നീ രാജയെ കൊണ്ടുപോകും, 12 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ഇളയരാജ എന്ന് പറയുന്ന കുട്ടിക്ക്. ഏതായാലും വാട എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാർട്ടിങ് മ്യൂസിക് ഗാനമേള പരിപാടിക്കൊക്കെ തുടങ്ങുമ്പോൾ അത് ഇയാൾ തന്നെ വായിച്ചു. 12 വയസ്സുള്ളൊരു കുട്ടിയാണ് വായിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഹരമായി, അവർ കൈയടിച്ചു. കുറച്ച് തെറ്റുമൊക്കെ ചെയ്തു, എങ്കിലും ആൾക്കാർ അവരെ പ്രോത്സാഹിപ്പിച്ചു. എപ്പോഴും ഈ സംഗീതം ഹാർമോണിയം ഫ്ലൂട്ടും ഒക്കെ ആയിരുന്നു മനസ്സിൽ. ഒരിക്കൽ സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ ദേഹത്തൂടെ കൈവിരൽ ഓടിക്കുകയാണ്, നെഞ്ചത്തോട് ഇങ്ങനെ കൈവിരൽ ഓടിക്കുന്നത് അമ്മ കണ്ടു. എടാ നീ സ്വപ്നത്തിലും ഹാർമോണിയം വായിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അവർ പാട്ട് പഠിച്ചത് ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകൾ. അത് ഈ പാടത്തും പറമ്പത്തും ഒക്കെ പാടുന്ന പാട്ടുകൾ കേട്ടാണ്. ഇപ്പോൾ ഹാർവെസ്റ്റിന്, ഉത്സവം എന്താണ് നടിയിലിനും അതുപോലെ തന്നെ കൊയ്ത്തിനും ഒക്കെ പ്രത്യേകിച്ച് ട്രഡീഷണൽ പാട്ടുകളുണ്ട്. അതവർ പുറത്ത് നിന്ന് പാടുന്നത് പുറത്ത് നിന്ന് കേട്ടാണ് ഇത് പാട്ടിൻ്റെ ഒരു എന്താ പറയുക ഈണം അവരുടെ ഹൃദയത്തിൽ മനസ്സിൽ പതിഞ്ഞത് എന്ന് പറയുന്നത്. 8ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പഠിക്കാൻ നിവൃത്തിയില്ലാഞ്ഞു 45 രൂപ സ്പെഷ്യൽ ഫീസ് കൊടുക്കണം. അത് കാരണം 8ാം ക്ലാസ്സിലെ പഠിത്തം ഒരു വർഷം നീണ്ടുപോയി. പിന്നെ ഒരു തരത്തിൽ പൈസയൊക്കെ ഉണ്ടാക്കി 9ാം ക്ലാസ്സിൽ ചേർന്നുവെങ്കിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വേറെ അവസരങ്ങൾ വന്ന് പാട്ടിലേക്ക് അങ്ങ് തിരിയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പഠിത്തമൊക്കെ മുടങ്ങി നിന്നപ്പോഴത്തേക്ക് വൈഗ ഡാമിലാണ് ഇയാളുടെ നമ്മുടെ രാജാ സാഹിബിൻ്റെ അമ്മാവൻ ജോലി ചെയ്തിരുന്നത്. ചെറിയ ജോലി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജോലിയിൽ സഹായിക്കാനായിട്ട് അമ്മയുടെ അനുവാദം ചോദിച്ചു പോയി. അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് പൈസ സംഘടിപ്പിച്ചാണ് വീണ്ടും പഠിക്കാൻ വന്നത്. 1957 ഈ വരദരാജൻ കേരളത്തിൽ വളരെയധികം പരിപാടികൾ, പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തുവെന്ന് ഇദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അന്ന് പാർട്ടി നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നത് ജ്യോതി ബാസു, ഈ ഇലക്ഷനൊക്കെ വന്നത് ജ്യോതി ബാസു, അജയ് ഘോഷ്, രണദിവെ പോലെ അത്ര പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്.
ഒരിക്കൽ ട്രിച്ചിയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 50,000 തൊട്ട് 1,00,000 വരെ ആൾക്കാർ പങ്കെടുക്കുന്ന പാർട്ടി പരിപാടിയാണ്. അതിൽ വരദരാജന് പോകാൻ പറ്റുന്നില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരെ ടാക്സി കൊണ്ടുവന്ന് ടാക്സിയിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ രാജയും കൊണ്ടുപോകും എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 2 പാട്ടും പഠിപ്പിച്ചുകൊണ്ടാണ് പോയത്. ചേട്ടൻ 2 പാട്ടൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇയാളുടെ പാട്ട് കേട്ട് 50,000-ത്തിലധികം ആൾക്കാർ ഒരുമിച്ച് കൈയടിക്കുന്ന ഒരു സംഭവം, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കയറി. അപ്പോൾ അദ്ദേഹം പാടിയത് MS വിശ്വനാഥൻ സംഗീതം ചെയ്ത പാട്ടാണ്. അതുപോലെ ചേട്ടൻ്റെ കൂടെ പരിപാടിക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് സിനിമാ ഗാനങ്ങളും ഇദ്ദേഹം ആലപിച്ചു. അപ്പം ആർക്കാണ് ഈ കയ്യടി കിട്ടുന്നത്? ഈ പാടുന്ന ആൾക്കാണോ? ഈ സംഗീതം കമ്പോസ് ചെയ്ത ആൾക്കാണോ? ആർക്കായിരിക്കാം? ഒറിജിനൽ ക്രിയേറ്റർ കമ്പോസ് ചെയ്യുന്ന ആളാണ്, അല്ലേ? അപ്പോൾ ഒരു നല്ലൊരു ഭാഗം അപ്രീസിയേഷൻ ഗോസ് ടു ദ കമ്പോസർ. രാജാസാബ് വിചാരിച്ചു, എന്തുകൊണ്ട് പാട്ട് കമ്പോസ് ചെയ്ത് എനിക്ക് കയ്യടി വാങ്ങിക്കൂടാ എന്നുള്ള ആ ഒരു ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹ്റുവിൻ്റെ മരണം. തഞ്ചാവൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. 7 ദിവസത്തെ പരിപാടി അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വരദരാജൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിതൊരു ട്രിബ്യൂട്ടായിട്ട് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടി അവതരിപ്പിച്ചു. ഫസ്റ്റ് ട്യൂൺ അന്ന് ഈ രാജാസാഹിബ് 12 വയസ്സുള്ള കുട്ടി ചെയ്ത ട്യൂണാണ് ആദ്യം അവിടെ അവതരിപ്പിച്ചത്. കണ്ണദാസൻ്റെ കവിതയായിരുന്നു. കണ്ണദാസൻ്റെ കവിത അന്ന് നെഹ്റു മരിച്ച സമയത്ത് ആനുകാലികളിൽ വന്ന് അത് ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കമ്പോസിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്യൂണിങ്. അത് ചേട്ടനും അംഗീകരിച്ചു. നേരത്തെ വഴക്ക് പറയുമായിരുന്ന ചേട്ടനിൽ നിന്നും അപ്രീസിയേഷൻ കിട്ടി. അങ്ങനെ ആ പാട്ട് അഞ്ജലിയായി അവിടെ അവതരിപ്പിച്ചു. പിന്നീടുള്ള യാത്ര, സംഗീതത്തിലൂടെയുള്ള യാത്ര, ചരിത്രം നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇളയരാജ സാഹിബിൻ്റെ ഏതാനും പാട്ടുകളിൽ കൂടി കടന്നു പോയിക്കൊണ്ട് കുറച്ച് സമയം അദ്ദേഹത്തോടുള്ള ബഹുമാനം നമുക്ക് പ്രകടിപ്പിക്കാം, ഒപ്പം പാട്ടുകൾ ആസ്വദിക്കുകയും ചെയ്യാം. ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ദേശീയവും അന്തർദേശീയവുമായ ഒത്തിരി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി കൂട്ടിയിണക്കി തൻ്റേതായ ശൈലി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇളയരാജയുടെ പ്രത്യേകത. ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെ നൽകി രാജ്യം ആദരിച്ച സംഗീതജ്ഞനാണ് ഇളയരാജ സാഹിബ്. താങ്ക് യു സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം.
കാണാവോ സാറേ? കാണാം. സോ നമുക്ക് ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് തുമ്പി വാ തുമ്പക്കുടം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ട് ഇളയരാജയുടെ തുമ്പി വാ തുമ്പക്കുടത്തിൽ ഹിന്ദുസ്ഥാനില വൈദ്യക്കുറിപ്പിന്റെ രചനയാണ്. സിംഗർ ജാനകിയാണ്. രാഗം കാപ്പി. ഫിലിം എന്ന് പറയുന്ന ഓളമാണ്. അപ്പൊ ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ശൈലമാണ്. തുടങ്ങിയോ? ശൈലമം അൺമ്യൂട്ട് ചെയ്തോ? കേൾക്കാറില്ല. അൺമ്യൂട്ട് ചെയ്ത് പാടി. കേൾക്കുന്നില്ലേ? ഇല്ല എന്ന് തോന്നുന്നല്ലോ. ആരെങ്കിലും പഠിച്ചോളൂ. ശൈലിമാം കഴിയല്ലെങ്കിൽ. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട ആകാശ പൊന്നാലിൻ നിലകളെ ആയത്തിൽ തൊട്ടേ വര. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട ആകാശ പൊന്നാലിൻ നിലകളെ ആയത്തിൽ തൊട്ടേ വര. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട. താങ്ക് യു സർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ്. ആർക്കും പാടാവുന്നതാണല്ലോ. ഉണ്ടെങ്കിൽ പാടിക്കോ. ഓക്കെ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മലരുണ്ടാലും പൂവിട്ട തണൽ ഊഞ്ഞാലും കാലത്തെ മാമന്റെ കളികയിൽ മാമുണ്ണാൻ പോരാമോ നമുക്കിനി. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിട ആകാശ പൊന്നാലിൻ ഇലകളിൽ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിട. താങ്ക് യു. അടുത്ത പാടും ആരും പാടും. പണ്ടത്തെ പാട്ടിന്റെ വരികൾ പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്തെ തെന്തുള്ളിയായി കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കച്ചീമേയും അലിഞ്ഞാലേ പാടിപ്പോയി ഊഞ്ഞാലേ പാടിപ്പോയി. ആ കയ്യിൽ ഈ കയ്യിൽ ഒരു വിരി കാക്കാത്ത നെല്ലിക്കാണി. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഞാൻ പാടാം സാർ. പഠിക്കോ. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട
ആകാശ പൊന്നാരിൻ നിലകളെ ആയത്തിൽ തൊട്ടേ വരാ. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. മന്ത്രത്താൽ പാടുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. താങ്ക് യു സാർ. ഓക്കെ, ജ്യോതികുമാർ സാർ ഓക്കെ, ശ്രമിക്കും. പാടിക്കോളൂ ബാക്കിയുള്ളവരെ. വേണുഗോപാൽ സാർ ഒരു 2 ലൈൻ, 2 ലൈനോ 4 ലൈനോ. പാടുന്നത്. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാ. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാ. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്തു മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ജ്യോതികുമാർ സാർ, സ്നേഹദ മാം, പ്രസീത. ഓക്കെ, പിന്നെ ജോസഫ് സാർ പാടിയിരുന്നോ? ഇനി അടുത്തിലേക്ക് പോവാം. മന്ത്രത്താൽ പാടും മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോരാമോ നമുക്കിനി. തുമ്പീവാ തുമ്പക്കുടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഓരോ പാട്ടിലും ഇളയരാജയുടെ ഒരു ടച്ച് ഉണ്ടല്ലോ, ഇങ്ങനെ ഒഴുകി 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 പോകുന്ന പോലെയുള്ള ഒരു പാട്ടാണ്. ഒരു പുഴ പോലെ. അടുത്ത ഇച്ചിരിയോടെ സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാണ് വേഴാമ്പൽ കേടും. ഇളയരാജ, ONV കുറുപ്പ്, യേശുദാസ്, ജാനകി. പഴയ സിനിമയിൽ തന്നെയാന്ന് തോന്നുന്നു. ഓളങ്ങൾ ആരാ പാടുന്ന? ശൈലമാം ഒന്ന് പാടിക്കോ, ട്യൂണൊക്കെ കിട്ടട്ടെ അവർക്ക്. വേഴാമ്പൽ കേടും വേനൽ കുളിരും നീ. വേഴാമ്പൽ കേടും വേനൽ കുളിരും നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേടും വേനൽ കുളിരും നീ. അടുത്ത വരി വേണം. പാടിക്കോ കുഴപ്പമില്ല. അടുത്തോടെ പാടും. ഈ വഴികെ മന്ദമെത്ര വന്നു, ഈറനോടുത്തു കൈകൂപ്പി നിന്നു. എത്ര വസന്തങ്ങൾ നിന്റെ മുൻപിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു. മായിക മോഹമായി മാറിവിൽ മായയായി മാറുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നു. വേഴാമ്പൽ കേഴും വേനൽ കുളിരും നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുളിരും നീ. താങ്ക് യു. വേഴാമ്പൽ കേഴും വേനൽ കിരീടം നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ.
ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി ഈ വഴി ഹേമന്തമെത്ര വന്നു ഈറനോടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു മായിക മോഹമായി മാറിവിൽ മാലയായി മായുന്നുവോ മറയുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. താങ്ക് യു സർ. ഓക്കെ, Thank റോയ് you. സാർ നോക്കുന്നോ? വേറെ ആർക്കെങ്കിലും? ജോസഫ് സാർ, ജ്യോതികുമാർ സാർ ഒന്നുമില്ല? പ്രസീത മാം? ജ്യോതികുമാർ സാർ പാടുമല്ലോ അത്. സാർ കാണുന്നില്ലല്ലോ. ആണോ? രണ്ടുപേരും ഞാൻ പാടാം, അപ്പോഴത്തേക്കും ഒരു തുമ്പിയായിരിക്കും അല്ലെ. ആ. ഈ വഴി ഹേമന്തമെത്ര വന്നു ഈറനോടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ വന്നു മായിക മോഹമായി മാരിവിൽ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കൂടീരം ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കൂടീരം. ഓക്കെ, ഇനി ആരാ ഉള്ള? റോയ് സാർ രണ്ടുപേരി. സാബു സാറ് നന്നായിട്ട് പാടിയല്ലോ, ഇളയരാജയുടെ പഴയ പാട്ട്. പാട്ടല്ലേ ഇതൊക്കെ എത്രയോ കാലം പാടിക്കൊണ്ട് നടന്ന പാട്ടുകൾ. ഈ ജീവനിൽ കണ്ണുനീർ വാറ്റിവെക്കും ഈ വെറും ഓർമ്മകൾ കാത്തുവെക്കും ജീവിതം തുള്ളിത്തുടിച്ചു നിൽക്കും പൂവിതൾ തുമ്പിലെ തുള്ളി പോലെ വാരിളം പൂവുകൾ വാടി വീണാലുമീ വാടികളിൽ വണ്ടുകളായി ഓർമ്മകൾ പാറുന്നു വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളാ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. രണ്ട് ലെജൻസ് ആണ് കൂടിയത്. ONV കുറുപ്പും അല്ലേ, ഇളയരാജയും കൂടെ യേശുദാസും ജാനകിയും. എന്നാ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യൂ. യെസ്. വേഴാമ്പൽ കേഴും വേനൽ കിരീടം ഏകാകിനി ഓർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. ഓക്കെ, ഇനി ആരുള്ള? ജ്യോതികുമാർ സാറിനെ കാണുന്നില്ലല്ലോ. ഷാബു സാറ് പറ്റുമോ? പ്രസീത? ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനില്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഓക്കെ, അല്ല, ഈ പാട്ട് ഒരു പോർഷനെങ്കിലും പാടിയാൽ മതി കേട്ടോ. ഒരു പോർഷനെങ്കിലും, ഒരു 4 വരി. യെസ് യെസ്, ഈ പാട്ട് ജോസഫ് സാർ ഒന്ന് പാടും. എന്റെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല.
പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, പനിനീർ മഴയിൽ കുളിർ കോരി നിൽപ്പു ഞാൻ. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, ഞാനറിയാതെ മണിയറയിൽ നീ കടന്നു വന്നിരുന്നു. ഞാനറിയാതൻ മനതാരിൽ, ഞാനറിയാതൻ മനതാരിൽ നീരാഗം പകർന്നു. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, പറയൂ കഥകൾ കാതോർത്തു നിൽപ്പു ഞാൻ. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ. ബാക്കി ആരെങ്കിലും പാടിക്കോളൂ. കളിയോടം നീല നിലാവിൽ. ശൈലമാൻ പാടിക്കും. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, മഴയിൽ കുളിർ കോരി നിൽപ്പു ഞാൻ. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, ഞാനറിയാതെ പടിയറയിൽ നീ കടന്നു വന്നിരുന്നു. ഞാനറിയാതെ മനതാരിൽ തീരാനും പകർന്നു. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ, പറയൂ കഥകൾ കാതോർത്തു നിൽപ്പു ഞാൻ. പൂവാടികളിൽ അലയും തേനിളം കാറ്റേ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടുന്നോ? ഇവിടെ പ്രസീതാമാം ലഹനൻ സ്ഥലത്തിട്ടുണ്ട്. ഓക്കെ, ഇല്ലേ നാം അടുത്ത പാട്ടിൽ പോവാണേ. ഇതെല്ലാവർക്കും പാടാവുന്ന 4 വരിയാണ്. എല്ലാവർക്കും ഈ പാട്ട് പാടാം. കുട്ടിച്ചാത്തൻ കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആരാണ് ആദ്യം പാടുന്നത്? മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ഈ പാട്ട് അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നാലഞ്ഞാലിക്കുരുവി വഴിവാ. അപ്പൂപ്പൻ താടിയിലുപ്പിട്ടു വെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം, തലകീഴായി നീന്താം തലകീഴായി നീന്താം. അമ്മുമ്മ വന്നു ഉടഞ്ഞിട്ടു കെട്ടുന്ന തെമ്മാടി വേല കാണാം, കുടമാറ്റം കാണാം പല കൂട്ടം കൂടാം. കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം. ഓക്കെ, അത്രയൊക്കെ എനിക്ക് വരുന്നുള്ളൂ. ഓക്കെ, ആർക്കാ പാടാൻ പറ്റുന്നത്? പഠിക്കും. ജോഷ് സാർ റെഡി ആയിക്കോട്ടോ. ശൈലമാം ഒന്ന് പാടിത്തരും ആദ്യം. ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി,
ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി പൂരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി വാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ട് കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. അമ്മൂമ്മ വന്ന് കുടഞ്ഞിട്ട് കെട്ടുന്ന ചെപ്പടി വേല കാണാം. കുടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം, കളിമാറാലയിൽ കളിയൂഞ്ഞാലിടാം. കൈയോട് കൈ കോർത്ത് കോർത്താടാം. ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. യെസ്. ഇനി ആരാ? ജോഷ് സാർ, റോയ് സാർ, ആർക്കെങ്കിലും ഒക്കെ രണ്ടുപേരും. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. അമ്മൂമ്മ വന്നു കടിഞ്ഞിട്ടു കെട്ടുന്ന തെമ്മടി വേല കാണാം. കൂടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമാറാലയിൽ കളിയൂഞ്ഞാലിലാടാം, കരിമാറാലയിൽ കളിയൂഞ്ഞാലിലാടാം. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. ഓക്കെ, വേണുഗോപാൽ സാർ. അരിപ്പഴം പേറുക്കാൻ പീലിക്കുട നിവർത്തി, അരിപ്പഴം പേറുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. അരിപ്പഴം പേറുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി വഴിവാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. അമ്മുമ്മ വന്നു കുടഞ്ഞിട്ട് കെട്ടുന്ന തെമ്മാടി വേല കാണാം. കുടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമാറാലൈ കളിയൂഞ്ഞാലിടാം, കയ്യോട് കൈ കോർത്ത് കൂത്താടാം. കിട്ടുന്നില്ല. താങ്ക് യു. ഓക്കെ സാർ, നല്ല മനോഹരമായി. റോയ് സാർ നോക്കുന്നുണ്ടോ? ജ്യോതികുമാർ സാറിനെ കാണുന്നത്. ജോർജ് സാർ വരുന്നുണ്ട്. റോയ് സാർ പഠിക്കും. റോയ് സാർ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യും. റോയ് സാർ അഡ്മിറ്റ് ചെയ്യും. ആലിപ്പഴം വെറുക്കാൻ പീലിക്കുട നിവർത്തി, ആലിപ്പഴം വെറുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നാന്താം. അമ്മൂമ്മ വന്നു കടഞ്ഞിട്ട് കെട്ടുന്ന തെമ്മടി വേല കാണാം. കുടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമലറാളയിൽ കളിഞ്ഞാലാടാം. കേട്ടുള്ളൂ സാറേ. ഓക്കെ സാർ, ഓക്കെ, തീർച്ചയായും. ആലിപ്പഴം പെറുക്കാൻ
പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലെ ഞാലിക്കുരുവി ഈ വഴിവാ ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലെ ഞാലിക്കുരുവി ഈ വഴിവാ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ വരൂ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നാല കുഞ്ഞാലിക്കുരുവി ഈ വഴിവാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. താങ്ക് യു സർ. ഞാൻ പാടാൻ രണ്ടുപേരി. ഞാൻ പാടും. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലാഞ്ഞിക്കുരുവി ഈ വഴിവാ. അപ്പൂപ്പൻ ഡാഡിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. അമ്മുമ്മ വന്നു കുടഞ്ഞിട്ടു കെട്ടുന്ന തമ്മാടി വേല കാണാം. കുടമാറ്റം കാണാം പല കൂട്ടം കൂടാ, കരിമാറാലയിൽ കളിയുഞ്ഞാലിടാം. കയ്യോടു കൈകർത്തു കൂത്താടാം, കെട്ടിലും കട്ടിലും മച്ചിലും തച്ചിലും കെട്ടിപ്പിടിച്ചു പാടാം. തുടിതാളം കൂടാം, തുടിതാളം കൂടാം. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി. താങ്ക് യു സാർ. സത്യത്തിൽ ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ലിറിക്സ് ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അല്ലെ. ഈ പാട്ടുകൾ ഒരു 2-3 പ്രാവശ്യം ഈ ലിറിക്സ് നോക്കി പാടിക്കഴിഞ്ഞാൽ നല്ല നിസ്സാരമായിട്ട് ഇത് പാടാം, പക്ഷെ നമ്മൾ ഒരിക്കലും ലിറിക്സ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ പാട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ജോസഫ് സാറേ. അല്ല, ഞാൻ പറയാൻ വന്നത് ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമ വന്നപ്പോഴേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 3D ആണോ? 3D. 3D. അതെ. അന്ന് 3D ഒക്കെ വെച്ച് ഈ പറയുന്ന കുന്തവും തീയും ഒക്കെ നമ്മുടെ നേരെ വരുന്നു, നമ്മുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് ഓർക്കുന്നുണ്ട് ഇപ്പോ. തല കീഴായിട്ട് നടക്കുന്നതൊക്കെ തല കീഴായി നടക്കുന്നു, ഭിത്തിയിലൂടെ നടന്നു കയറുന്നതും ഒക്കെ, ഭിത്തിയിലൂടെ നടന്നു കയറുന്നു കാണാൻ രസമായിരുന്നു. അതുകൊണ്ട് പടം ഈ പാട്ടുകളൊന്നും അറിയാത്തതല്ല, പക്ഷെ നമ്മൾ ഈ ലിറിക്സ് കാണുമ്പോൾ ചെറുതായിട്ടൊന്നും ഞെട്ടും, അത്രേ ഉള്ളൂ. ഇതെല്ലാവരുടെയും മനസ്സിലുള്ള പാട്ടാണ്. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് ഇളയരാജ അതൊക്കെ ഇതിലെ കറക്റ്റ് ആവാനായിട്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. മനോഹരമാണ്, നമ്മളറിയാതെ ഒരു താളത്തിൽ അങ്ങ് പാടിപ്പോവും. ഓക്കെ, അടുത്തിലേക്ക് പോവാം. അതും വളരെ മനോഹരമായ ഒരു പാട്ടാണ് യാത്രയിലെ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി. ഒന്ന് പാടി. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ മരകൾ കാടിന്റെ കിങ്ങിണികൾ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി തിരുകീരെ പുന്നാരത്തേൻ മോടിയോ കരളിലെ കുങ്കുമപ്പൂ മോടിയോ കളിയാടും കാറ്റിൽ കയ്യിൽ വീണു കുളിരോട് കുളിരും തൂവി നിന്നു ഒരു പൂവിൽ നിന്നവർ തേൻ പകർന്നു ഒരു കനു വെച്ച് ക്ലിയർ ആകുന്നു. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ രോമനകൾ കാടിന്റെ കിങ്ങിണികൾ.
താങ്ക് യു. യെസ്, ഒന്ന് പാടി നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് പാടാം അല്ലേ? തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കുമ്പത്തോരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരുഞ്ഞാലിലാടി. ഒരു താളത്തിൽ അങ്ങ് പാടിക്കൂ. ആരാ പാടുന്നേ? തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരൂഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരൂഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ ട്രൈ ചെയ്യുന്ന? ജോഷി സാർ. തന്നെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. താങ്ക് യു. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. ഇരുകീരെ പുന്നാരത്തേൻ മൊഴിയോ കരളിലെ കുങ്കുമപ്പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോട് കുളിരെന്നും തൂകി നിന്നും ഒരു പൂവിൽ നിന്നവത്തേൻ നുകർന്നു ഒരു കേനി പങ്കുവച്ചവൾ നുകർന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടുന്നായി കൂടുന്നു കൂട്ടാൻ ആരുകൾ തേടി ആൺകളി എന്നോ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി കരളിലെ കുങ്കുമപ്പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോടു കുളിരെന്നും തൂകി നിന്നു പൂവിൽ നിന്നവർ നുകർന്നു ഒരു കനി പങ്കുവച്ചവർ നുകർന്നു ഇരുമയായി ജീവനായി നിറവും സ്വപ്നങ്ങൾ കൂടുന്നു കൂട്ടാൻ ആരുകൾ തേടി
ഓക്കെ സാർ. യെസ്. കണ്ണൻ ആരാണ് വരുന്നത് കണ്ണെണ്ണം തന്നെന്നമായിട്ട്? താനെണ്ണം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഊഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഊഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ ഇരുകീരെ പുന്നാരത്തേൻ മൊഴിയോ കരടിയിലെ കുങ്കുമ പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോട് കുളിരെങ്ങും തൂകി നിന്നു ഒരു പൂവിൽ അവർ ചേർന്നു കർന്നു ഒരു കനി പങ്കുവെച്ചവർന്നു കർന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ കൂടന്നു കൂട്ടാൻ നാരുകൾ തേടി കാൺകിളി എങ്ങോ പോയി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു. താങ്ക് യു. സാർ ഞാൻ പാടാം. ആ പഠിക്കും. കണ്ണെന്നും താളത്തിലാടി മന്ദാര കൊമ്പത്തോരൂഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ കിരുകിരെ പുന്നാര തേൻമൊഴിയോ കരളിലെ കുങ്കുമ പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോടു കുളിരെങ്ങും തൂകി നിന്നു ഒരു പൂവിൽ നിന്നവർ തേൻ നുകർന്നു ഒരു കനി വെച്ചവർ നുകർന്നു ഇരുമയാണെങ്കിലും ജീവനും പൂവിടും നാൾ കൂടന്നു കൂട്ടാൻ നാരുകൾ തേടി ആൺകിളി എങ്ങോ പോയി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു. താങ്ക് യു സാർ. ഞാൻ പാടട്ടെ താങ്ക് സാർ. യു. ആ പഠിക്കും. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരൂഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ ഇരുകീരെ പുന്നാര തേൻമൊഴിയോ കരളിലെ കുങ്കുമ പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോടു കുളിരന്നു ഒരു പൂവിൽ നിന്നവർ തേൻ നുകർന്നു ഒരു കഞ്ഞി പങ്കുവച്ചവർ നുകർന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ കൂടന്നു കൂട്ടാൻ നാരുകൾ തേടി ആൺകിളി എങ്ങോ പോയി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരൂഞ്ഞാലിലാടി. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? നമുക്ക് അടുത്ത പാട്ടിപ്പം ഇതിനേക്കാളും താളത്തിൽ പാടാവുന്ന ഒരു മറ്റു പാട്ടാണ്. കളികൾ ചൊല്ലിക്കാട്ട് പൂങ്കാറ്റിനോ കഥകൾ കളികൾ ചൊല്ലി
യെസ്, ആർക്കാണ് പാടാൻ പറ്റുന്നത്? ഇല്ലമ്മ, ഉഷാമ്മ, നമ്മൾ വരണ്ടല്ലോ. ജോസഫ് സാർ. ജ്യോതികുമാർ സാറിനെ കാണാനില്ല. പ്രസീത മാം പാടുന്നില്ല. ശൈല മാം പാടിക്കോളൂ. തുടങ്ങിയോ ഈ പാട്ട്? ഞാൻ ജസ്റ്റ് പാടിയുള്ളൂ, സാർ പാടും. ഓക്കെ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലാ അലസമലസമായി അരികിലൊഴുകിഞ്ഞാൻ, കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും, പൂഞ്ചങ്ങലയ്ക്കുള്ളിൽ രണ്ടു മൗനങ്ങളെപ്പോൽ. കിട്ടുന്നില്ലല്ലോ. നീർത്താമരത്താളിൽ പനി നീർത്തുള്ളിയായി ഒരു ഗ്രീഷ്മശാഖയിൽ വിടരും വസന്തമായി, പൂത്തുലഞ്ഞ പുളകം നമ്മൾ, പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. പാടിക്കോളൂ. ഓക്കെ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും പാടാൻ പറ്റുമെങ്കിൽ പാടും, അല്ലെ നമുക്കൊരു പാട്ടോട് കൂടി ചേർത്ത് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ശിലാമ പഠിക്കും. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി. തെറ്റിപ്പോയി. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും, പൂഞ്ചങ്ങലയ്ക്കുള്ളിൽ രണ്ടു മൗനങ്ങളെ പോൽ, നീർത്താമരത്താളിൽ പനി നീർത്തുള്ളികളായി ഒരു ഗ്രീഷ്മശാഖയിൽ വിടരും വസന്തമായി, പൂത്തുലഞ്ഞ പുളകം നമ്മൾ, പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ.
ഓക്കെ സാർ. അടുത്ത വരികൾ ഓക്കെ ഇതിലേക്ക് പാടുന്നത് സാറ് ആ നിറമുള്ള സാറേ കിനാവിൻ പാടിയോ? നിറമുള്ള കിനാവിൽ കേവുവള്ളമൂന്നി അലമാലകൾ പുൽകും കായൽ മാറിലൂടെ പൂപ്പാടങ്ങൾ തേടും രണ്ടു പൂമ്പാറ്റകളായി കാൽപ്പാടുകൾ ഒന്നാക്കിയ തീർത്ഥാടകരായി കുളിരിന്റെ കുമ്പിളി കിനിയും മൗനമായി പൂക്കു നിന്ന പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഓക്കെ സർ. ഓക്കെ ജോസഫ് സാറേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെയാ? നമുക്ക് രാസാത്തി ഉന്നെ അത് കൂടെ 2 വരി പാടി നമുക്ക് നിർത്താതെ. രസാത്തി ഞാൻ എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുമല്ലേ? ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഓക്കെ ഓക്കെ. വൈദേഹി കാത്തിരുന്നാൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഞാനിത് ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത്. രാസാത്തി ഒന്നേ കാണാതെ നെഞ്ചം കാറ്റാടി പോലാടുത് രാസാത്തി ഒന്നേ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് പൊഴുതാകി പൊച്ച് വിളക്കിയാച്ച് പൊന്മാനെ ഒന്നേ തേടുത് രസാത്തി ഒന്നേ കാണാതെ നെഞ്ചും കാറ്റാടി പോലാടുത് കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ തത്തിത്തവഴും തങ്കച്ചിമിരേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തര നിത്തം വരും നക്ഷത്തിരം யாரோடிங்க எனக்கென்ன பேச்சு நீ தாய கண்ணே நான் வாங்கும் மூச்சு வாழ்த்தாக வேண்டும் வா வா கண்ணே രാസാത്തി ഉന്നെ കാണാത നെഞ്ച് കാറ്റാടി പോലാടുത്. പാട്ട് പറയാനൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഈ കമ്പത്തിനടുത്തൊരു ഗ്രാമത്തോട് ചേർന്നുള്ള ഒരു തിയേറ്ററിൽ ഈ പടം കളിക്കാൻ വന്നു. ഏതാ വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമ കളിച്ചപ്പോൾ ഒരു കാടിനോട് ചേർന്ന പ്രദേശമാണ് അത്. അപ്പോൾ കുറെ കാട്ടാനുകൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ജയചന്ദ്രൻ ഡാൻസ് ഫണ്ടത്തിൽ പറഞ്ഞു തോന്നുന്നു. ജയചന്ദ്രൻ പാടി ഇത്ര കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ കമ്പത്തിനടുത്തുള്ള ഒരു കാടിനോട് ചേർന്ന ഗ്രാമത്തിലെ തിയേറ്ററിലാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് ഒരു കൂട്ടം കാട്ടാനുകൾ നടന്നു വന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ അത്ഭുതമായി. അപ്പോൾ അവരൊരു ഇതെന്താ കാണുന്നത് കരുതി അവരൊരു ഡിസ്റ്റൻസ് ഇട്ട് പുറകെ ചെന്നു. അപ്പോൾ തിയേറ്ററിൻ്റെ അടുത്ത് വന്ന് ഈ പാട്ടിൻ്റെ സമയത്ത് അത് തുമ്പിക്ക ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി ഒരു ധ്യാനാവസ്ഥയിൽ ഇങ്ങനെ നിന്നു എന്നാണ് പറഞ്ഞത്. പാട്ട് കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ തിരിച്ചു പോകും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണമായിരുന്നു നമ്മുടെ ഈണം. അവര് ഒന്ന് ആസ്വദിച്ചിട്ട് പോയി, ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത് അധികം കാര്യങ്ങളൊന്നും ഈ ഇളയരാജയാണ് സാറേ രാജാ സാഹിബ് പറയാറില്ല. പക്ഷെ പാട്ട് അദ്ദേഹം അങ്ങനെ പറയാറില്ല. പക്ഷെ ഈ കാര്യം പറയും. കാരണം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംഗീതം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി ഈ കാര്യം അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഇളയരാജ
കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തെയാണ് നമ്മൾ ഓർമ്മിച്ചതും. അദ്ദേഹത്തിന്റെ ജന്മദിനം നാളെയാണ്, 3-ാം തീയതിയാണ്. ശാന്ത സമുദ്രം പോലെയാണ് ഇളയരാജ എന്ന് പറയാറുണ്ട്. അധികം ഒന്നും പറയില്ല, പാട്ടൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് വിടും. മറ്റുള്ള കൂടുതലൊന്നും ഡയലോഗൊന്നുമില്ല. ഓക്കെ, അപ്പം അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഓർക്കാൻ സാധിച്ചതും അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം നമ്മൾ കാണിക്കുകയാണ് ചെയ്തത്, അല്ലേ? 82 വയസ്സുള്ള വയോധികനായ ഇളയരാജ സാഹിബ് ഇത്ര സംഗീത സാമ്രാജ്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗംഭീരം, മനോഹരമായ പാട്ടുകൾ. ഇതിൽ നമുക്ക് ഇന്ന് തന്നെ നമ്മളത്ര അത് ലയിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാടിയില്ലെങ്കിൽ തന്നെ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ലോകത്തേക്ക് പോകാൻ സാധിച്ചു. നമുക്കൊരു താളാത്മകത നമുക്ക് കിട്ടി. നമുക്ക് തന്നെ ഒരു താളം നമ്മുടെ മനസ്സിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. സംഗീതം എന്ന് പറയുന്നത് പുറമേ പഠിക്കുന്നതല്ല, നമ്മൾ ചിട്ടയോടെ അങ്ങനെ പഠിക്കുന്നതല്ല. ഇറ്റ് ഈസ് ഇൻസൈഡ്, ഉള്ളിലാണ്. ഉള്ളിലുള്ളതിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുക. എന്ന് പറഞ്ഞതുപോലെ നമ്മളിലൊക്കെ സംഗീതമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക, അത് പൊടി തട്ടി പതുക്കെ എടുക്കുക. നമ്മൾ സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ നല്ലത്. അങ്ങനെ ആവണമെന്നും ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവം പറയുന്നത്. അതുപോലെ തന്നെയല്ലേ നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യത്തിലും ആശ്വാസകരമായ ഒരു ശാന്തതയിലേക്ക് എത്താൻ ഈ പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഒരു പവറാണ്. ആനകൾ മാത്രമല്ല, അതിനെക്കാൾ പവർഫുള്ളായി മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഭയങ്കര താളമാണ്. അതായത് നാടൻ പാട്ടിന്റെ ശീല അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതാണ്. അപ്പം പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ പോലും അതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അത് സാറേ, അതില് നമ്മള് സാബു സാറേ, സോറി, ഞാൻ കുറച്ച് എനിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു, പറയട്ടെ, ലേറ്റായി പോയി. എങ്കിലും ജോസഫ് സാർ, അദ്ദേഹം ക്ലാസിക്കൽ ഉഷാറല്ലേ? ശങ്കരാഭരണത്തിലൊക്കെയുള്ള പാട്ടുകളുടെ മ്യൂസിക് അദ്ദേഹം അല്ലേ? എന്താ അല്ലേ? ശങ്കരാഭരണത്തിൽ എത്രയാ പാട്ടുകൾ അത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ശങ്കരാഭരണം എനിക്കൊരു സംശയമുണ്ട്. ശങ്കരാഭരണത്തിലെയോ? ഓംകാരനാദാനു സന്താനമോ ഗാനേ ശങ്കരാഭരണമോ ശങ്കരകളമികളമോ ശ്രീഹരികരമലമോ രാഗരത്നഗിരി മാളികാതരളമോ ശങ്കരാഭരണമോ. എന്താ രസം അല്ലേ? എത്രയാ പാട്ടുകൾ അതിൽ. മ്യൂസിക് അദ്ദേഹത്തിന്റെ കൂടിയാണ് സാറേ. മഹാദേവൻ സിനിമക്ക് പാട്ട് കൊടുത്ത മ്യൂസിക് കൊടുത്തെങ്കിലും ഈ സംഗീതത്തില് ഇദ്ദേഹമാണ്. ഈ നെല്ലില് സംഗീത സംവിധാനം ചെയ്ത ഇദ്ദേഹമാണ്. സലീൽ ചൗധരിയാ സാറേ. നെല്ലിൽ സലീൽ ചൗധരിയാ. മഹാദേവൻ. അദ്ദേഹം തമിഴ്നാട്ടുകാരനല്ലേ? മലയാളിയല്ലല്ലോ? അല്ല സാറേ, നോർത്ത് ഇന്ത്യൻ. ബോംബെക്കാരനാ സലീൽ ചൗധരി. ചൗധരി ബംഗാളിയാണ്. പശ്ചിമ ബംഗാളിലെ ആളാണ്. ഓ, എന്താ മ്യൂസിക് അല്ലേ? നല്ല മ്യൂസിക്. നല്ല പാട്ടുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമല്ലേ സാറേ? എന്തൊരു പാട്ടുകളാ! നല്ല ലൊക്കേഷൻ അല്ലേ? നെല്ല് മുഴുവൻ വയനാടൻ കാഴ്ചകളല്ലേ? വയനാടൻ കാഴ്ചകൾ ഇങ്ങനെ MT ശരിക്കും ഇങ്ങനെ പകർത്തി ചെങ്കതളി പൂവേണോ, കവിളിൽ പൂമണമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ, കദളി കൺകദളി ചെങ്കതളി പൂവേണോ. മലയാളം അത്ര ഇതില്ലല്ലോ, അതുകൊണ്ടാണ്. ശങ്കരാഭരണത്തിലെ പാട്ട് KV മഹാദേവനാണ് സംഗീതം കേട്ടോ, കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശങ്കരാഭരണോ? തെലുങ്ക് സംവിധായകനായിരിക്കണം അല്ലേ സാറേ? തെലുങ്കായിരുന്നു. ഹിന്ദി എനിക്ക് തോന്നുന്നു തമിഴിൽ വന്നപ്പോ ഇല്ല, അങ്ങനെ എന്തോ ഇദ്ദേഹത്തിന്റെ പേര് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. പറയാൻ ഞാൻ ചിലപ്പോ തെറ്റായിരിക്കും, സോറി. അത് അദ്ദേഹത്തിന്റെ കൂടെ ആവട്ടെ.
ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വൈൻഡപ്പ് ചെയ്യാം. മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പാട്ടുകളോടൊക്കെ കേൾക്കാം. വളരെ താളമുള്ള, നമുക്ക് മനസ്സിന് ഒരു ശാന്തത നൽകുന്ന, പാടാൻ പറ്റുന്ന. ഇപ്പൊ നമുക്ക് ആദ്യം ഈ ലിറിക്സ് കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് നമുക്ക് നാളെ അടുത്തതില് SPBയും കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ജന്മദിനം ഈ അടുത്ത ദിവസങ്ങളിലും കാണും. SP ബാലസുബ്രഹ്മണ്യം. അടുത്ത ആഴ്ചയോ സാറേ? നമുക്ക് ആ ഗ്രൂപ്പിൽ ഇടാം. നമുക്ക് ഇടുന്ന ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശാന്തമായി ഉറങ്ങാനുള്ള എല്ലാം തന്നിട്ടുണ്ട്. താങ്ക് യു ജോഷി സാറ് പാടിയോ? പാടി. എന്തോ ജോഷി സാറ് പാടിയോ? പിന്നെ ജോഷി സാറൊക്കെ പാടി, എല്ലാരും പാടി. മാത്യു സാറ് മാത്രമേ പാടാതുള്ളൂ. ജോഷി സാറ് പാടി. റോയ് സാറ്, ഓക്കെ, ഗുഡ് നൈറ്റ്. സാറ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.